മഴ തോരും മുമ്പേടെ വരാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇന്ന് പറയുന്നത്. അവസാനം ബാലചന്ദ്രനെ പുറകെ പോയി സത്യങ്ങൾ തിരിച്ചറിയുന്ന വൈജയന്തിയുടെ എപ്പിസോഡാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് കഥയിലേക്ക് പോവാം. രാവിലെ തന്നെ വൈജയന്തി ഓഫീസിൽ പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ബാലചന്ദ്രനെ കാണുമ്പോൾ ദേഷ്യത്തോടു കൂടിയാണ് വൈജയന്തി സംസാരിക്കുന്നത്. പലതവണ കൃഷ്ണമോളും ബബിതയും രോഹിത്തും ഒക്കെ അമ്മയ്ക്ക് ഉപദേശം കൊടുത്തതാണ് അച്ഛനോട് വഴക്കിടാൻ പോകണ്ട എന്ന്. അതൊന്നും മൈൻഡിടാതെ തന്നെ വൈജയന്തി ബാലചന്ദ്രനോട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് രാവിലെ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെയോ പോകുന്നുണ്ടല്ലോ. ഓഫീസിൽ വിളിച്ചപ്പോൾ അവിടെ കറക്റ്റായിട്ട് വരുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഓ നീ അതൊക്കെ വിളിച്ച് അന്വേഷിച്ചോ? എന്താ, എനിക്കത് വിളിച്ച് അന്വേഷിക്കാനുള്ള അധികാരമില്ലേ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ചെറിയ പുഞ്ചിരിയോടുകൂടി ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഭാര്യ? നിനക്ക് നാണമുണ്ടോ വൈജയ് ഇതൊക്കെ പറയാൻ? ഭാര്യയാണെന്ന്. എന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കെതിരെ നാണം? നിങ്ങളുടെ ഭാര്യ എന്ന് പറയാൻ ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെ പേടിക്കുന്നത്? നിങ്ങൾ കാണിക്കുന്നത് പോലെയുള്ള വൃത്തികേടൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. അതും മക്കളുടെ മുന്നിൽ മറ്റൊരുത്തിയെ പിടിച്ചുകൊണ്ട് നടക്കുന്നു. നാണമില്ലാത്ത ഇയാൾ. വൈജയന്തി, നീ കൂടുതൽ എൻ്റെ വാ തുറപ്പിക്കരുതേ കേട്ടോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാലേ നീ പിന്നെ ഇവിടെ നിന്ന് ഉരുകി തീരും നിൻ്റെ മക്കളുടെ മുന്നിൽ. അതുകൊണ്ട് എന്നെക്കൊണ്ട് നീ പഴയ ചരിത്രമൊന്നും വിളമ്പിക്കരുതേ എന്ന് പറയുമ്പോൾ ആകെപ്പാടെ അങ്ങ് തകർന്നു പോവുകയാണ് വൈജയന്തി. എന്തായിരിക്കും അങ്ങനെ സംസാരിച്ചത് ബാലചന്ദ്രൻ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് തിരിച്ചൊന്നും പറയാതെ വൈജയന്തി തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ പഴയ സ്വഭാവമൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ബാഗൊക്കെ തൂക്കി പുറത്തോട്ട് ഇറങ്ങുകയാണ്. നേരെ വൈജയന്തി ജ്വല്ലറിയിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അവിടെ എത്തിയോ എന്ന്. അപ്പോൾ അവർ പറയാണ്, അയ്യോ ഇല്ല മാഡം, സാറ് വന്നിട്ടില്ല. ശരി വച്ചോ എന്ന് പറഞ്ഞ് വൈജയന്തി ഫോൺ വയ്ക്കുകയാണ്. ഉടനെ തന്നെ കാറും എടുത്ത് വൈജയന്തി പുറപ്പെടുന്നുണ്ട്. വഴിക്ക് വെച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നത് കാണുന്നുണ്ട്. അവിടെ കാറ് നിർത്തി ബാലചന്ദ്രനെ പിന്തുടർന്ന് ബാലചന്ദ്രൻ എവിടേക്കാണ് പോകുന്നത്, അലീനയെ കാണാനാണെങ്കിൽ അതെവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ വൈജയന്തിക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബാലചന്ദ്രനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ബേക്കറിയിൽ നിന്നും കുറച്ച് പലഹാരമായിട്ടൊക്കെ ഇറങ്ങി വരുന്ന കാണുമ്പോൾ വൈജയന്തിക്ക് ഉറപ്പ് തന്നെയാണ് ഇത് അലീനയെ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അയാളുടെ ആ രഹസ്യക്കാരിയെ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്ക് തന്നെയാണിത്. അങ്ങനെ ആരും കാണാതെ കാറിനകത്ത് ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ് വൈജയന്തി. ബാലചന്ദ്രൻ അതുപോലെ കാറിൽ കയറുന്നു. കുളത്തൂപ്പുഴയിലേക്കുള്ള യാത്ര തിരക്കുന്നു. ഒരുപാട് നീണ്ട യാത്ര കഴിയുമ്പോൾ വൈജയന്തി വിചാരിക്കുന്നുണ്ട്, ഇത്രയും ദൂരം ഇയാൾ എന്തിനായിരിക്കും ഇവളെ കൊണ്ടിങ്ങനെ താമസിപ്പിച്ചിരിക്കുന്നത്? എല്ലാവരെയും കണ്ണ് വെട്ടിച്ച് അതാവുമ്പോൾ ആരും ഒന്നും അറിയൂല്ല, കാണൂല്ലല്ലോ. അവിടെ പോയി ഒരു ദിവസമോ 2 ദിവസമോ അവളുടെ കൂടെ കഴിഞ്ഞിട്ട് ഇയാൾക്ക് വരെയും ചെയ്യാമല്ലോ. ഇയാൾ ഇത്രയും വൃത്തിയിട്ടൊരു മനുഷ്യനായിരുന്നു. ഇയാളുടെ കൂടെ ആയിരുന്നു ഞാൻ 23 വർഷങ്ങൾ ജീവിച്ചത്. എനിക്ക് തന്നെ ഉളുപ്പ് തോന്നുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് കാറ് പിന്തുടർന്നുകൊണ്ട് വൈജയന്തി പോവുകയാണ്. ഒരുപാട് ദൂരം കഴിഞ്ഞപ്പോൾ മലനിരകളും പുഴകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു എസ്റ്റേറ്റ്. അങ്ങനെ കുളത്തൂപ്പുഴയിലെ സ്റ്റാൻലി ജോസഫിൻ്റെ എസ്റ്റേറ്റ് എത്തുകയാണ്. ഗേറ്റ് കടന്ന് ബാലചന്ദ്രൻ അകത്തേക്ക് പോകുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. വൈജയന്തി വിചാരിക്കുന്നുണ്ട്, തുലഞ്ഞല്ലോ, ഇതിനകത്ത് ഇനി ഞാൻ എങ്ങനെ കയറിക്കൂടും? ഇതിപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ണെത്താ ദൂരം ഉണ്ടല്ലോ. അയാളിത് എവിടേക്കാണ് പോയത്? ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ മറ്റൊരു കാറും കൂടെ വരുന്ന കണ്ടാൽ ബാലചന്ദ്രൻ ഇത് ശ്രദ്ധിക്കും. ഇത്രയും നേരം അയാളുടെ കണ്ണ് വെട്ടിച്ച ഞാൻ ഇത്രയും ഓടിച്ചു വന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ആ ഗേറ്റൊക്കെ കടന്നങ്ങ് പോവുകയാണ്. വൈജയന്തി ആ കാർ ഒരു റോഡ് സൈഡിൽ ഒതുക്കിയിട്ടതിന് ശേഷം ആ ഗേറ്റ് തുറന്ന് കുറച്ചകത്തോട്ട് കയറി ഇങ്ങനെ നോക്കുന്നുണ്ട്. വിശാലമായ ഒരു എസ്റ്റേറ്റ്, വലിയൊരു ബംഗ്ലാവ്, അതും ദൂരെ. അപ്പോൾ വൈജയന്തി വിചാരിക്കുകയാണ്, ഇത്രയും വലിയൊരു സ്ഥലത്താണോ ഈ പെണ്ണിനെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്? ഇത്രയും വലിയൊരു എസ്റ്റേറ്റ്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ അവിടെ ദൂരെ നിന്ന് ആരോടോ സംസാരിക്കുന്നുണ്ട്. അതൊരു പുരുഷനാണ്. നല്ല പൊക്കമുണ്ട്. എവിടെയോ കണ്ട ഒരു ചായ. ഇല്ല, ഞാനെങ്ങനെയാണ് ഇവിടെയുള്ള ആൾക്കാരെ കാണുന്നത്? ഇയാൾ എന്തിനായി ഇവിടെ വന്നത്? ഇവിടെയാണോ അലീനയുള്ളത്? അവളെ ഇനി ഇവിടെ രഹസ്യമായിട്ട് താമസിപ്പിച്ചിരിക്കുന്നതാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. വൈജയന്തിക്കാണെങ്കിൽ അകത്തോട്ട് കയറാനും കഴിയുന്നില്ല.
വൈജയന്തി അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അയാൾ ബാലചന്ദ്രനോട് ബായിയൊക്കെ പറഞ്ഞ് എവിടേക്കോ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ അയാളുടെ മുഖം വ്യക്തമാവുന്നില്ല. വൈജയന്തി അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നുമില്ല. ബാലചന്ദ്രൻ അകത്തേക്ക് കയറി പോകുമ്പോൾ അലീന പുറത്തേക്ക് ഓടി വരുന്നുണ്ട്. കയ്യിലിരിക്കുന്ന കവർ കാണുമ്പോൾ അലീന ചോദിക്കുകയാണ്, അച്ഛാ എന്തിനാ അച്ഛാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇത്രയും പലഹാരങ്ങൾ കൊണ്ടുവരുന്നത്? അച്ഛൻ അറിയില്ലേ അച്ഛാ, എനിക്കിങ്ങനെ പലഹാരത്തിനോടൊന്നും വലിയ കൊതിയൊന്നും ഇല്ലാന്ന്. എന്തിനാ അച്ഛാ വെറുതെ പൈസ കളയുന്നത്? അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, മോളെ എനിക്കെൻ്റെ മോളെ കാണാൻ വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്ന് അച്ഛൻ ആഗ്രഹം കാണില്ലേ മോളെ? പിന്നെ അച്ഛൻ വെറും കൈയോടെ വരാനാണോ? പിന്നെ നിനക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അച്ഛനോട് പറയും. അച്ഛാ എൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടൊക്കെ അച്ഛൻ അറിയാം. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ അച്ഛൻ എന്തിനാ പൈസ കളയുന്നതെന്ന്. മക്കൾക്ക് സാധനങ്ങൾ വാങ്ങി കൊടുക്കുന്നത് അച്ഛന് പൈസ നോക്കിയിട്ടാണോ മോളെ? അവരുടെ ഒരു സന്തോഷമല്ലേ അവരുടെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അലീനയുടെ കണ്ണിങ്ങനെ നിറയുകയാണ്. എന്താടി? ഒന്നുമില്ല അച്ഛാ, എൻ്റെ അച്ഛൻ്റെ സ്നേഹം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അച്ഛാ. അച്ഛന് സുഖമല്ലേ? ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണം അച്ഛൻ. കൃഷ്ണമോളോട് ഞാൻ അന്നേ പറഞ്ഞതാണ് അച്ഛന് കറക്റ്റ് സമയത്തിന് ഫുഡ് കൊടുക്കണം, കറക്റ്റ് സമയത്തിന് ടാബ്ലറ്റ് കൊടുക്കണമെന്നൊക്കെ. അമ്മ അതൊന്നും ശ്രദ്ധിക്കില്ല എന്ന് എനിക്കറിയാം. ആ നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നിനക്ക് സുഖമല്ലേ ഇവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അച്ഛാ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ആരും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഞാൻ തനിയെ ഇത്രയും വലിയ ബംഗ്ലാവിൽ, പിന്നെ ബിജി ചേട്ടനും ആൻ്റണി ചേട്ടനും പൗലോസ് ചേട്ടനും അങ്ങനെ കുറച്ച് പേരും ഞാനും മാത്രം, കുറേ നായ്ക്കളും പക്ഷികളും അങ്ങനെ പോകുന്നു. ആ ഇതൊക്കെ പുറത്തു നിന്ന് വൈജയന്തി കാണുന്നുണ്ടായിരുന്നു. അലീനയെ കാണുമ്പോൾ വൈജയന്തിക്ക് ഇങ്ങനെ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അവൾ പല്ലൊക്കെ ഇങ്ങനെ കടിച്ചമർത്തി ചെരുപ്പ് കൊണ്ട് ആ തറയൊക്കെ ഇങ്ങനെ ചവിട്ടി ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യൊക്കെ മുറുക്കി പിടിച്ച് വല്ലാത്തൊരു പ്രഷറിലാണ് വൈജയന്തി നിൽക്കുന്നത്. ബാലചന്ദ്രൻ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അതുകൂടെ കാണുമ്പോൾ വൈജയന്തി എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ഇയാൾ എന്തിനായിരിക്കും ഇപ്പോൾ അകത്തോട്ട് കയറി പോയത്? മറ്റേയാൾ ഒഴിഞ്ഞു കൊടുത്തതായിരിക്കുമോ ഇയാൾ വരുന്ന സമയത്ത്? എനിക്കറിയില്ല ഇയാൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഇയാൾക്കും ഈ പ്രായത്തിൽ 2 പെൺപിള്ളേരുണ്ടെന്നെങ്കിലും ആലോചിച്ചുകൂടെ? ഇയാളെയാണോ ഞാൻ എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്? എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കുറച്ച് അകത്തോട്ടേക്ക് കയറി ചെല്ലാം. എന്താന്ന് ഇന്ന് തന്നെ എനിക്ക് കണ്ടുപിടിക്കണം. ഇയാളും അവളും തമ്മിലുള്ള ബന്ധം ഇന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കാർ ആ റോഡ് സൈഡിലിട്ടിട്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. നോക്കത്താ ദൂരത്ത് കിടക്കുന്ന ഇങ്ങനെ സ്ഥലങ്ങളും വീടും ഒക്കെ ഇങ്ങനെ നോക്കി നോക്കി പതിയെ ഇങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ കയറുന്ന സമയത്തായിരിക്കും പല സ്ഥലത്തു നിന്നും ഒരു 4-5 നായ്ക്കൾ ഓടി വരുന്നത്. അതിങ്ങനെ ഓടി വൈജയന്തി ഇപ്പോൾ കടിച്ച് കീറും എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് വൈജയന്തി ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ആരെയും കാണാനില്ല, ഒന്ന് ഉറക്കം നിലവിളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പറ്റാത്ത ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ആ നായ്ക്കൾ അടുത്ത് വന്നൊന്ന് മണപ്പിച്ച് കഴിഞ്ഞിട്ട് പതിയെ അതവിടെ ഇരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഒന്ന് സമാധാനമാവുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആൻ്റണി ചേട്ടൻ ഓടി വരികയാണ്. ആരാ? അയാളുടെ കൂടെ വന്നതാണോ? ആ ബാലചന്ദ്രൻ്റെ കൂടെ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഞാനൊരു സ്ഥലം അന്വേഷിച്ച് വന്നതാ. എവിടെയാ? ഞാൻ ഇങ്ങനെ ഒരു പരിങ്ങലോടുകൂടി സംസാരിക്കുകയാണ് വൈജയന്തി. ഇനി ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി വരുമോ, തന്നെ കാണുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാനൊരു വീട് തപ്പി ഇറങ്ങിയതാ. ഗൂഗിൾ മാപ്പ് ചതിച്ചു. ഇങ്ങോട്ടാണ് കാണിച്ചു തന്നത്. ആ, നിങ്ങൾ അന്വേഷിച്ചു വന്ന ആളുടെ പേരെന്താ? അപ്പോൾ വൈജയന്തി ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതാരുടെ വീടാ? ഇതെൻ്റെ മുതലാളിയുടെ വീടാണ്. അത് സ്റ്റാൻലി ജോസഫ് ആണെന്നുള്ള കാര്യം വൈജയന്തിക്കും അറിയില്ല. ആൻ്റപ്പൻ ആ പേര് പറയുന്നുമില്ല. നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഈ ഏരിയയിലൊന്നും മറ്റു വീടുകളൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് തെറ്റിയതായിരിക്കും. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതെ എനിക്ക് തെറ്റിപ്പോയതാ, സോറി എന്ന് പറഞ്ഞ് അവൾ വല്ലാതെ അങ്ങ് എന്തോ പോലെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. വൈജയന്തിക്കാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാകെ കുറേ ചോദ്യങ്ങളുണ്ട്. ബാലചന്ദ്രൻ പോയിട്ട് കുറേ നേരമായി, ബാലചന്ദ്രനെ പുറത്തോട്ട് കാണാനില്ല. അലീനയാണ് അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ പല തരത്തിലുള്ള ഇങ്ങനെ കാര്യങ്ങൾ ആലോചിച്ച് വല്ലാതെ ടെൻഷനിൽ നിൽക്കുകയാണ്. അവസാനം ദേഷ്യത്തോടു കൂടി തന്നെ കാറെടുത്ത് തിരിഞ്ഞു പോകുന്ന സമയത്തായിരിക്കും സ്റ്റാൻലി ജോസഫ് പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്നത്. പക്ഷേ അവർ പരസ്പരം കാണുന്നില്ല. ഈ കാറ് കാണുമ്പോൾ സ്റ്റാൻലി നോക്കുന്നുണ്ട്, ഇത് ആരുടെ കാറാ? ഇനി ബാലചന്ദ്രൻ്റെ കൂടെ വന്നവരായിരിക്കുമോ? ഏയ്
എങ്കിൽ അയാളുടെ കൂടെ കയറി പോവേണ്ടതല്ലേ? ആയിരിക്കില്ല, വഴി തെറ്റി എങ്ങാനും വന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാൻലിയും തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ വൈജയന്തിയും സ്റ്റാൻലിയും തമ്മിലുള്ള കാണാനുള്ള ഒരു അവസരം മിസ്സാവുകയാണ്. സ്റ്റാൻലി വീട്ടിലേക്ക് വരുമ്പോൾ ബാലചന്ദ്രനെ കാണുന്നുണ്ട്. ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. ആ ബാലചന്ദ്രൻ പോവാറായോ? ആ ഞാൻ പോവാറായി, ജസ്റ്റ് മോളെ കാണാൻ വന്നതാ. അങ്ങനെ വീട്ടിലിരുന്നപ്പോൾ മോളെ കാണണമെന്നൊരാഗ്രഹം തോന്നി, അങ്ങനെ വന്നതാ. സ്റ്റാൻലിക്കാണെങ്കിൽ ബാലചന്ദ്രൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലീനയ്ക്കുള്ള പലഹാരങ്ങളായിട്ട് വരുന്നു, അലീനയോട് അമിത സ്നേഹം കാണിക്കുന്നു. ഇതൊന്നും താല്പര്യമില്ല എങ്കിലും അതങ്ങ് പുറത്തോട്ട് കാണിക്കുന്നില്ല. പക്ഷേ ബാലചന്ദ്രന് സ്റ്റാൻലി ജോസഫിൻ്റെ ആ ഒരു മുഖഭാവങ്ങളിലൊക്കെ മനസ്സിലാവുന്നുണ്ട്. ബാലചന്ദ്രൻ അവിടെ അലീനയെ കാണാൻ വരുന്നത് സ്റ്റാൻലി ജോസഫിന് അധികം അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ തന്നെ ബാലചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് അലീനയെ വീണ്ടും വീണ്ടും കാണാൻ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് വൈജയന്തി വീട്ടിലുണ്ട്. വൈജയന്തി ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ് ബാലചന്ദ്രനുള്ള ഒരു 100 കൂട്ടം ചോദ്യങ്ങളുമായിട്ട്. ബാലചന്ദ്രൻ ഇത് കാണുമ്പോൾ തന്നെ തല കുനിച്ച് ഒന്നും മിണ്ടാതെ അങ്ങ് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നിന്നേ, ഓഫീസിൽ പോയിട്ട് വരാൻ ഇത്രയധികം താമസം എടുക്കുമോ? ഡെയിലി 5 മണിയാവുമ്പോൾ വീട്ടിൽ വരുന്ന ആളാണല്ലോ. ഇതിപ്പോൾ മണി 8:30 9 മണിയാവാറായി. ഇത്രയും നേരം നിങ്ങൾ ഇവിടെ ആയിരുന്നു. ഞാൻ എന്തിനാ വൈജയ് നിന്നോട് ഇതിനൊക്കെ ഉത്തരം പറയുന്നത്? ഞാൻ നിൻ്റെ ചിലവിലാണോ ഇവിടെ കഴിയേണ്ടത്? നീ ചോദിക്കുന്നതിനൊക്കെ ഞാനിങ്ങനെ മണിമണിയായിട്ട് ഉത്തരം പറയാൻ ഞാൻ എന്താ സ്കൂൾ കുട്ടിയാണോ വൈജയ്? അങ്ങനെ ചെറു പുഞ്ചിരിയോടുകൂടി ഉത്തരം പറഞ്ഞിട്ട് ബാലചന്ദ്രൻ വീണ്ടും ഇങ്ങനെ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് വൈജയന്തി പുറകെ വരികയാണ്. എനിക്കറിയാം നിങ്ങൾ എവിടേക്കാണ് ഇപ്പോൾ പോയതെന്ന്. നിങ്ങൾ ആ കുളത്തൂപ്പുഴയിൽ പോയതല്ലേ? ഒരു എസ്റ്റേറ്റിലല്ലേ അവളെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്, ഒരു വലിയ ബംഗ്ലാവിൽ. അവിടെ നിങ്ങളുടെ വെപ്പാട്ടിയെ കാണാനാണോ പോയത്? നിങ്ങളുടെ ഭാര്യ ഇവിടെ നിൽക്കുമ്പോൾ മറ്റൊരുത്തിയടുത്ത് പോയി അവളടുത്ത് കൊഞ്ചിക്കൊഴഞ്ഞ് അവിടെ എന്തൊക്കെയാണ് നടന്നത്? ഞാനിതൊന്നും അറിയില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. കൃഷ്ണമോളും അടുത്ത് നിൽക്കുന്നുണ്ട്. കൃഷ്ണമോൾക്ക് ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത പുച്ഛം തോന്നുകയാണ് വൈജയന്തിയോട്. അമ്മേ ഒന്നും മിണ്ടാതിരുന്നേ അമ്മേ. അച്ഛൻ അലീന ചേച്ചിയെ കാണാൻ പോയതായിരിക്കും. അതിനമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വ്യാഖ്യാനിച്ചെടുക്കരുത്. നിൻ്റെ അച്ഛൻ അവിടെ പോയത് ഞാൻ കണ്ടടി മോളെ. എന്നിട്ട് ഇയാൾ എന്ത് തരം താഴ്ന്ന പ്രവൃത്തിയാണ് കാണിക്കുന്നത്? അവൾക്ക് പലഹാരങ്ങളുമായിട്ട് അവളെ കാണാൻ പോയിരിക്കുന്നു, മണിക്കൂറുകളോളം അവളെ കൂടെ ചിലവഴിക്കുന്നു, തിരിച്ചു വരുന്നു. നിൻ്റെയൊക്കെ പ്രായമല്ലേടി ഉള്ളൂ ആ വീട്ടു ജോലിക്കാരിക്ക്. എന്നിട്ട് അവളുടെ അടുത്ത് പോയി കിടന്നിട്ട് വന്നിരിക്കുന്നു. അമ്മയോടാ പറഞ്ഞത് മതിയെന്ന്. ഇനി അമ്മ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് ശബ്ദിച്ചാൽ അമ്മ തോറ്റുപോകും അമ്മേ. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ കണ്ണ് കാണിക്കുകയാണ്, ഒന്നും പറയരുത് എന്നുള്ള നിലയിൽ. കൃഷ്ണമോളുടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ നോക്കുന്നുണ്ട്. ബാലചന്ദ്രന് സങ്കടമാവുന്നുണ്ട്. കൃഷ്ണമോള് പറയുകയാണ് വീണ്ടും, അമ്മേ വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അമ്മ വലിച്ചിഴച്ച് അമ്മയുടെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ്. വേണ്ട അമ്മേ വേണ്ട, നിർത്തിക്കോ ഇവിടെ. ഇതൊന്നും കേട്ടിട്ട് വൈജയന്തി അടങ്ങുന്നില്ല. വൈജയന്തി വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ട് നീ എന്തിനാടി ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. അമ്മ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഞാൻ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണും. അതമ്മ മനസ്സിലാക്ക്, അല്ലാതെ വെറുതെ കിടന്ന് കുരയ്ക്കല്ലേ അമ്മേ. അപ്പോൾ ബബിത ഇറങ്ങി വരുന്നുണ്ട്. എന്തിനാ കൃഷ്ണമോളെ നീ ഇവരോട് ഇങ്ങനെ കിടന്ന് അലർച്ചയിടുന്നത്? അവരോട് ഇത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരാത്തത്. വരണ്ടടി, നീയൊന്നും ഇറങ്ങി വരണ്ട. ഈ വൈജയ്ക്കറിയാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഈ വൈജ ഇത്രയും നാളും അങ്ങനെ തന്നെയായിരുന്നു, സ്വന്തം കാലിൽ തന്നെയാണ് നിന്നത്. ബാലചന്ദ്രൻ ഇതൊക്കെ കേട്ടിട്ട് പൊട്ടിത്തെറിക്കണമെന്നുണ്ടെങ്കിലും എല്ലാ കനലും ഉള്ളിലൊതുക്കി ഇങ്ങനെ റൂമിൻ്റെ കതവ് തുറന്ന് അകത്തേക്ക് കയറി ആ കട്ടിലങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അവൾ ജയിക്കട്ടെ, തൽക്കാലം വിജയിക്കട്ടെ. അവസാനം അവൾ ഏത് പടുകുടിയിലേക്കാണ് വന്ന് വീഴാൻ പോകുന്നതെന്ന് ഈ ബാലചന്ദ്രൻ അറിയാം. ബാലചന്ദ്രൻ പറയുന്നിടത്ത് അവൾ വന്ന് നിൽക്കും. എൻ്റെ കാലുകളിൽ വീണവൾ മാപ്പ് അപേക്ഷിക്കും. അന്ന് അവൾ അലീനയെ കാണാൻ ഒരു നോക്ക് കൊതിക്കും, പക്ഷേ എല്ലാം കൈവിട്ടു പോയിരിക്കും. സ്റ്റാൻലി ജോസഫിൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതയായിരിക്കും. നിനക്ക് കിട്ടില്ല വൈജയ്,
നിൻ്റെ മകളെ ഇനി നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതിനെല്ലാം പ്രായശ്ചിത്തം നീ ചെയ്യേണ്ടി വരും. ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് മനസ്സിനൊരു ബലം കൊടുക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ വൈജയന്തി ദേഷ്യത്തോടു കൂടി റൂമിലേക്ക് കയറി പോകുന്നു. കൃഷ്ണമോളും ബബിതയും പരസ്പരം നോക്കുന്നു. ബബിത പറയാണ്, എടി എന്താടി ഈ അമ്മ ഇങ്ങനെ ആയിപ്പോയത്? ഒരു നാൾ എത്ര നല്ല സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഇപ്പോൾ ഓർക്കാൻ കൂടെ വയ്യ. ഈ അമ്മയുടെ സ്വഭാവം ഇങ്ങനെ ആയത് ഇതെന്താ? അപ്പോൾ കൃഷ്ണമോള് പറയാണ്, എന്ത് പറയാനാ ബബിതേച്ചി, അമ്മ എത്ര പറഞ്ഞാലും അമ്മ ശരിയാവില്ല. അമ്മയ്ക്ക് അലീന ചേച്ചിയോടുള്ള ദേഷ്യയുടെ മനസ്സിൽ ഇങ്ങനെ കനൽ പോലെ തിളച്ചു മറിയാണ്. എനിക്കറിയില്ല ഇത് ഇനി എങ്ങനെ കുറയ്ക്കുമെന്ന്. ആ വാ ചേച്ചി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും റൂമിലേക്ക് പോകുന്നുണ്ട്. പിറ്റേന്ന് അതിരാവിലെ തന്നെ കൃഷ്ണമോള് ബാലചന്ദ്രനുള്ള കോഫിയൊക്കെ ആയിട്ട് റൂമിലേക്ക് ചെന്ന് ബാലചന്ദ്രനെ വിളിക്കുകയാണ്. അച്ഛാ. അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ഡോറിൽ തട്ടുന്ന സമയത്ത് ബാലചന്ദ്രൻ ഡോറ് തുറക്കുന്നില്ല. പെട്ടെന്ന് തന്നെ കൃഷ്ണമോള് ഡോർ ഇങ്ങനെ തട്ടി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ കിടപ്പുണ്ട്. അച്ഛാ അച്ഛാ അങ്ങനെ 2 പ്രാവശ്യം വിളിക്കുമ്പോൾ ബാലചന്ദ്രൻ വിളി കേൾക്കുന്നില്ല. പെട്ടെന്ന് അവൾ ചായയൊക്കെ താഴെ വെച്ചിട്ട് അച്ഛാ അച്ഛാ ഇങ്ങനെ അലറി വിളിക്കുകയാണ്. രോഹിത്തേട്ടാ ഓടി വാ, അച്ഛൻ വിളി കേൾക്കുന്നില്ല എന്നിങ്ങനെ അലറി വിളിക്കുന്ന സമയത്ത് രോഹിത്ത് ഓടി കയറുകയാണ്. ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വൈജയന്തി വിളിക്കുന്നുണ്ട്. വൈജയന്തി വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. പിന്നെ രോഹിത്ത് തന്നെ മനുവിനെ വിളിച്ച് ഒരു ആംബുലൻസ് ഏർപ്പാടാക്കി ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ പറയാണ്, ഇച്ചിരി സീരിയസ് ആണ്, വീണ്ടും അറ്റാക്ക് വന്നു. എന്താ മനസ്സിലെന്തോ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടെന്ന് തോന്നുന്നു. ഞാനന്ന് പറഞ്ഞതല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാലചന്ദ്രനെ അറിയിക്കരുത്, മനസ്സിൽ വിഷമമൊന്നും കൊടുക്കരുതെന്ന്. അപ്പോൾ രോഹിത്ത് പറയാണ്, അറിയില്ല ഡോക്ടർ എന്താ സംഭവിച്ചതെന്ന്. ഞങ്ങളങ്ങനെ വലിയ സങ്കടമൊന്നും കൊടുക്കാറില്ല, മരുന്നൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുമുണ്ട്. ഇപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല. രാവിലെ കൃഷ്ണമോള് അച്ഛനുള്ള ചായയായിട്ട് പോയപ്പോഴാണ് കണ്ടത്. മോൻ ടെൻഷനാവണ്ട, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ICUവിലേക്ക് കയറ്റുകയാണ് ബാലചന്ദ്രനെ. പുറത്തിരുന്ന് കൃഷ്ണമോളും ബബിതയും രോഹിത്തും ഒക്കെ കരയുന്നുണ്ട്. മനു അവിടേക്ക് ഓടി വരികയാണ്. എന്താടാ പറ്റിയത്? അങ്കിളിന് എന്താ പറ്റിയത്? മനുവേട്ടാ അങ്ങനെ വിളിച്ചിട്ട് ബാക്കി വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം രോഹിത്ത് പറയുന്നുണ്ട്. അപ്പോൾ മനുവിനും വൈജയന്തിയെ കാണുമ്പോൾ ദേഷ്യം ഇങ്ങനെ സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് വൈജയന്തിയുടെ അടുത്ത് വന്നിട്ട് മനു പറയുന്നുണ്ട്, എന്താ ആൻറ്റി ഇത്? എത്ര പ്രാവശ്യം പറഞ്ഞു അങ്കിളിനോട് അങ്ങനെ ദേഷ്യം കാണിക്കരുത്, അങ്കിളിനോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുതെന്ന്. ആൻറ്റിയോട് എത്ര പറഞ്ഞാലും ആൻറ്റി കേൾക്കില്ലല്ലേ? ഇപ്പോൾ എന്തായി അങ്കിളിൻ്റെ അവസ്ഥ? ഇതൊന്നും കേൾക്കുമ്പോഴും വലിയ കൂസലൊന്നും ഇല്ലാതെയാണ് വൈജയന്തി നിൽക്കുന്നത്. അകത്തേക്ക് ICUവിനകത്തേക്ക് ഡോക്ടർ കയറുമ്പോൾ ഡോക്ടറിനോട് ബാലചന്ദ്രൻ പറയാണ്, ഡോക്ടറെ ഇനി ഞാൻ ജീവിക്കുമോ? എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഡോക്ടറെ? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്താ ബാലചന്ദ്ര, താങ്കളൊന്ന് സമാധാനപ്പെട്ട് കിടക്ക്, ഒരു ഓപ്പറേഷൻ കൂടെ നമുക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറയാം, ഒരു കുഴപ്പമില്ലെന്നേ. ഒരു ഓപ്പറേഷൻ നടത്തിക്കോ, പക്ഷെ അതിനു മുൻപേ എനിക്ക് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഡോക്ടർ. അതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ ബാലചന്ദ്രൻ മണ്ണിൽ നിന്ന് വിട പറഞ്ഞു പോവുള്ളൂ. എനിക്ക് ഒരാഗ്രഹം കൂടി ഉണ്ട്, എൻ്റെ അലീനയെ കാണണം. പുറത്തു പോയി ആരോടെങ്കിലും ഒന്ന് പറയൂ ഡോക്ടർ, എൻ്റെ അലീനയെ ഒന്ന് കൊണ്ടുവരാൻ. അതിനെന്താ, നിങ്ങളൊന്നും മിണ്ടാതെ കിടക്ക്, നമുക്ക് അലീനയൊക്കെ കാണാം, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞോട്ടെ. ഇല്ല ഡോക്ടർ, ഞാൻ അവളെ കാണാതെ ഞാൻ ഒന്നിനും സമ്മതിക്കില്ല. അങ്ങനെ ബാലചന്ദ്രൻ്റെ നിർബന്ധപ്രകാരം ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിലാരാ അലീന? അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. എന്താ ഡോക്ടർ? ഇല്ല, പേഷ്യൻറ്റിന് അലീന എന്ന കുട്ടിയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ മനു പറയുന്നുണ്ട്, അയ്യോ ഡോക്ടർ, ആ കുട്ടി ഇവിടെ ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം, പക്ഷെ കുറച്ച് ദൂരെയാണ്. എത്രയും പെട്ടെന്ന് കുട്ടിയോട് വരാൻ പറയൂ. അങ്ങനെ മനു അലീനയെ ഫോൺ ചെയ്യുന്നുണ്ട്. അലീന ഇത് കേൾക്കുമ്പോൾ വല്ലാതെ സങ്കടമാവുന്നുണ്ട്. അയ്യോ മനുവേട്ടാ, എൻ്റെ അച്ഛൻ എന്താ പറ്റിയത് മനുവേട്ടാ? എനിക്കിപ്പോൾ തന്നെ എൻ്റെ അച്ഛനെ കാണണം. അപ്പോൾ മനു പറയാണ്, നീ പേടിക്കുകയൊന്നും വേണ്ട, അങ്കിളിന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്കിളിനൊരു ഓപ്പറേഷനുണ്ട്, അത് ചെയ്യാൻ അങ്കിൾ സമ്മതിക്കുന്നില്ല. നിന്നെ കണ്ടിട്ടാവട്ടെ എന്ന് അങ്കിൾ വാശി പിടിക്കുക.
അയ്യോ മനുവേട്ടാ, ഞാൻ ഇപ്പോൾ വരാം. അങ്ങനെ ഇത് കേട്ടുകൊണ്ട് സ്റ്റാൻലി പുറകെ നിൽക്കുന്നുണ്ട്. എന്താ മോളെ? പപ്പ, അച്ഛന് ഒട്ടും സുഖമില്ല. അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. എന്നെ കാണണമെന്ന് പറഞ്ഞ അച്ഛൻ വാശി പിടിക്കുന്നു പപ്പ. ഒരു എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു ഓപ്പറേഷനുണ്ട്. പക്ഷെ അതിന് പോലും അച്ഛൻ സമ്മതിക്കുന്നില്ല. എന്നെ കണ്ടിട്ടേ അത് ചെയ്യൂന്ന് അച്ഛൻ വാശി പിടിക്കുക. എന്നെ ഒന്ന് കൊണ്ടുപോകും പപ്പ. അതിനെന്താ മോള് പെട്ടെന്ന് റെഡിയാവ് എന്ന് പറഞ്ഞ് സ്റ്റാൻലിയും അലീനയും അവിടെ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അലീനയെ കൊണ്ടാക്കുന്ന സ്റ്റാൻലി ജോസഫിനെ ആദ്യമായിട്ട് 22 വർഷങ്ങൾക്ക് ശേഷം കാണുന്ന വൈജ. ആ എപ്പിസോഡാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.